റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കുന്നതിനായി റഷ്യയുമായി യുക്രൈനുമായും അമേരിക്ക ചർച്ച നടത്തുന്നുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി പ്രതിസന്ധികൾ പരിഹരിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്ന് ട്രംപ് മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു. റഷ്യ യുക്രൈൻ രാജ്യങ്ങളുടെ മാത്രമല്ല ഇസ്രയേലുമായും ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുക്രൈനും റഷ്യയും ഉൾപ്പെടെ വിവിധ കക്ഷികളുമായി ഞങ്ങൾ മീറ്റിംഗുകളും ചർച്ചകളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്നും ആ ചർച്ചകൾ യഥാർത്ഥത്തിൽ നന്നായി നടക്കുന്നുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. യുക്രൈനിലെ ട്രംപിന്റെ പ്രത്യേക ദൂതൻ കീത്ത് കെല്ലോഗ് യുക്രൈൻ റഷ്യയും സമാധാന കരാറിലെത്താൻ ഇളവുകൾക്ക് വിധേയമാക്കാൻ ഇരു രാഷ്ട്രങ്ങളോട് നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ഇക്കാര്യം സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരണം നടത്തിയത്. എന്നാൽ റഷ്യയോടുള്ള തന്റെ നിലപാടിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് സെലൻസ്കി ഇതിനകം തന്നെ ആലോചിക്കുന്നുണ്ടെന്നും കെല്ലോങ് പറയുന്നു. തന്റെ നിലപാട് മയപ്പെടുത്തുമെന്ന് സെലൻസ്കി ഇതിനകം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും തന്റെ നിലപാടുകൾ മാറ്റേണ്ടി വരുമെന്നും കീത്ത് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് പരിഹാരം കാണാൻ മാസങ്ങൾക്കുള്ളിൽ ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് കെല്ലോങ് കണക്കുകൂട്ടുകയും ചെയ്യുന്നുണ്ട്. 2025 അവസാനത്തോടെ യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. സെലൻസ്കിയുടെ കാലാവധി കഴിഞ്ഞ മെയിൽ അവസാനിച്ചതോടെ സൈനിക നിയമം ചൂണ്ടിക്കാട്ടി യുക്രൈൻ പ്രസിഡന്റ് പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ റഷ്യ സെലൻസ്കിയെ നിയമവിരുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ചർച്ചകളിൽ കാര്യമായ കരാറുകളിൽ എത്തിയിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. യുക്രൈനുള്ള ട്രംപിന്റെ സമാധാന പദ്ധതിയിൽ നിലവിലെ മുൻനിരയിൽ വെടിനിർത്തലും യൂറോപ്യൻ സൈനികർ പെട്രോളിംഗ് നടത്തുന്ന 800 മൈൽ സൈനിക രഹിതം മേഖല സൃഷ്ടിക്കലും ഉൾപ്പെടുമെന്ന് നേരത്തെയുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ കുറഞ്ഞത് 200 വർഷത്തേക്കെങ്കിലും നാറ്റോ അംഗത്വത്തിനായി ശ്രമിക്കരുതെന്നും യുക്രൈനോട് അമേരിക്ക ആവശ്യപ്പെടാനാണ് സാധ്യതകൾ നിലനിൽക്കുന്നത്.